എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ കാണുന്നവരോടും സപ്പോർട്ട് ചെയ്യുന്നവരോടും ഒക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിലും ഭഗവാന്റെ നാമത്തിലും നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത്, നാളെ എല്ലാവർക്കും അറിയാം, കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം നമ്മൾ നടത്താൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോരുന്ന വാവ് ബലിയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, കുറേ പേരൊക്കെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ചടങ്ങ് ആണ്. എല്ലാവരും അവരവരുടെ മതങ്ങളിൽ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ഓരോ കർമ്മങ്ങൾ എല്ലാവരും അവരുടെ പൂർവികന്മാർക്ക് വേണ്ടി ചെയ്യും. നമ്മുടെ ഹൈന്ദവ സംസ്കാര പ്രകാരം നമ്മൾ ഓരോ ചില സമയത്ത് നമ്മൾ മരിച്ച നക്ഷത്രങ്ങളിലും അതേപോലെ തിഥികളിലും ഒക്കെ ചടങ്ങുകൾ പൂർവികന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ അമാവാസി ദിവസം, ഈ കർക്കിടക മാസത്തിലെ അമാവാസിക്ക് വാവുബലി ദിവസം നമ്മൾ ചെയ്യുന്ന ആ ഒരു ചടങ്ങിന് ഒരുപാട് പുണ്യം അല്ലെങ്കിൽ ഒരുപാട് കുറച്ചും കൂടിയും ശക്തി കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് കുറേ പേരൊക്കെ മുടങ്ങാതെ ആ ഒരു ചടങ്ങ് നമ്മൾ നടത്തിപ്പോരുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൂർവികന്മാരെ നമ്മൾ ആദരിക്കുന്നത്, അവരെന്തിനാണ് നമ്മൾ ഓർക്കണത്? അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പൂർവികന്മാരെന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കളെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മരണപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അച്ഛമ്മ അങ്ങനെ നമ്മുടെ ആ അവർ മാത്രമായിരിക്കില്ല. നമ്മുടെ പൂർവികന്മാരെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ പൂർവികരായി അങ്ങനെ വന്ന ആൾക്കാർ, അങ്ങനെ അവരുടെ തലമുറയിൽ നിന്ന് പെട്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ആണെങ്കിലും ഒരുപാട് കഷ്ടതകളിൽ കൂടെ, ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ഫേസ് ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ചില ആൾക്കാർ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാതെ പോയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ചിലവർക്ക് അവരുടെ ആ ഒരു സമയം എത്തുന്നതിന് മുന്നേ മരണപ്പെട്ട ആൾക്കാരായിരിക്കാം. അപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഒരുപാട് മുന്നുണ്ടായിരുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് അവർക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട്, അങ്ങനെയാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ബലിയുടെ പ്രത്യേകത അതാണ്. നമ്മൾ സകല ചരാചരങ്ങൾക്കും അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ ചരാചരങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഈ ഒരു ബലി നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം, അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതും നമ്മുടെ ജീവിതത്തിൽ അത്രയും നല്ലതായിരിക്കും. നമ്മുടെ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കും ശ്രേയസ്സിനും അതുപോലെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു റിപ്പീറ്റഡ് സൈക്കിളായി നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഒരേപോലെ വരുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ചിലതൊക്കെ എങ്ങനെയാ വെച്ചാൽ ഈ ഒരു പിതൃക്കളുടെ അല്ലെങ്കിൽ ഈ ഒരു പൂർവികരുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അവരുടെ ഒരു ബുദ്ധിമുട്ട് അത് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. നമ്മളും നല്ല ഇതിൽ ജീവിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ പൂർവികരാണെങ്കിലും നമ്മുടെ പിതൃക്കളാണെങ്കിലും ഒക്കെ. പക്ഷേ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഈ ഒരു ഭൂമിയിൽ നിന്ന് അവരുടെ ആത്മാവ് പോയി കഴിയുന്ന സമയത്ത് പിന്നെ അവർക്ക് ഈ ഭൂമിയിലിരിക്കുന്ന നമ്മളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ സംസാരിക്കുന്ന പോലെ സാധ്യമല്ല. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു മോക്ഷം, അതാണ് അവരുടെ ഒരു ആഗ്രഹം. അപ്പോൾ ആ മോക്ഷത്തിന് വേണ്ടിയിട്ട് ഈ ഭൂമിയിലിരിക്കുന്ന ആൾക്കാർക്കാണ് അവരെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഓരോരോ ചില സൈൻസ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അവർ കാണിച്ചു തരികയാണ് നമുക്ക്. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി ആ ഒരു ബലിതർപ്പണം നമ്മൾ നടത്താനുമുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാർക്കും, ഒരാൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഐശ്വര്യം നമുക്ക് കിട്ടും. അത് പൂർവികന്മാർ നമുക്ക് ആ പൂർവികരുടെ അനുഗ്രഹം, നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉള്ളത്
അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വേണമെങ്കിൽ നമ്മുടെ പൂർവികന്മാരുടെ അനുഗ്രഹം നമുക്ക് വളരെയധികം നമുക്ക് അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ ഗുരുക്കന്മാരോ നമ്മുടെ അങ്ങനെ ആരോ ആയിക്കോട്ടെ, നമ്മുടെ ഇപ്പം നമ്മളൊരു കല്യാണം കഴിഞ്ഞ ആളാണെങ്കിൽ ഭർത്താവിൻ്റെ ഭാര്യയുടെ ഒക്കെ 2 സൈഡിൽപ്പെട്ട പിതൃക്കളുടെയും അങ്ങനെ സകല പിതൃക്കൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ബലിതർപ്പണം നടത്തുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മുടെ സന്തതികൾക്കും നമ്മുടെ അങ്ങനെ എന്തിനു വേണ്ടിയിട്ടും നമ്മുടെ ലൈഫിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഭഗവാന്റെ അടുത്ത് ഭഗവാന്റെ പാദങ്ങളിൽ അവർക്ക് മോക്ഷം കൊടുക്കണേ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാവുബലി സമയത്ത് അല്ലാതെയും നമുക്ക് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കുന്ന സാധാരണ നമ്മൾ പ്രാർത്ഥന ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മുടെ പൂർവികന്മാർ അവരെവിടെയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അവരുടെ ഏത് സ്ഥലത്താണെങ്കിലും അവർ സന്തോഷമായിട്ടിരിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടട്ടെ എന്ന് നമ്മൾ മനസ്സറിഞ്ഞ് നമുക്ക് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തും വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്കറിയാലോ, ഈ ഭൂമിയിൽ നമ്മൾ വന്നു ഇവിടെ നിൽക്കുന്ന അത്രയും കാലം മാത്രമേ നമുക്ക് ഈ ഭൂമിയായിട്ടുള്ളൊരു ബന്ധമുള്ളൂ. ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവരിവിടുന്ന് പോയി. അപ്പോൾ നമ്മൾ അങ്ങനെ പോണ ആൾക്കാരെ നമ്മൾ ഒരിക്കലും ഒരു മാനസികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നമ്മളിവിടെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കരുത്. ഇപ്പം നമ്മളൊരു ബലിതർപ്പണം അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു എനർജിയോട് കൂടി നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടില്ല. കാരണം അവർക്ക് ഈ ഭൂമിയിൽ ഇനി വരാൻ പറ്റില്ല. അപ്പോൾ അവർ ഓൾറെഡി ഈ ഭൂമിയിൽ നിന്ന് പോയി, അവർക്ക് ഇനി ഇരിക്കേണ്ട സ്ഥലം ഭഗവാന്റെ അടുത്താണ്. ഭഗവാന്റെ അടുത്ത് നിന്ന് വന്നു, അല്ലെങ്കിൽ അവർക്ക് ഇനി വേറൊരു ജന്മമായിരിക്കാം, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോകേണ്ടതായിരിക്കാം. അപ്പോൾ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുക നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമ്മൾ ചെയ്യുക. ആ സമയത്ത് മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന ഈ എല്ലാ ബലിതർപ്പണം എന്താണെങ്കിലും നമുക്ക് അതിനൊരു ഫലം നമുക്ക് കിട്ടുള്ളൂ. നമ്മളിതൊക്കെ ചെയ്തു, എല്ലാം നമ്മൾ ഒരിക്കലെടുത്തു, എല്ലാം നമ്മൾ നന്നായിട്ട് പൂർത്തിയാക്കി. പക്ഷേ നമ്മൾ അവരായിട്ട് അല്ലെങ്കിൽ ആ ഒരു പോയ ആത്മാവായിട്ട് നമ്മൾ അറ്റാച്ച്മെൻറ്റിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് വേറൊരു ജന്മോ അല്ലെങ്കിൽ ആ മോക്ഷം എന്നുള്ള പദവിയിലേക്കോ അവർക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ആത്മാവിനെ ഈ ഭൂമിയിൽ നിന്ന് അതായത് നമ്മൾ ഇന്ന് വിട്ട് കളയുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അൺകണ്ടീഷണൽ നമുക്ക് അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ അവർ ഏത് ലോകത്തിലാണോ ഇരിക്കുന്നത്, എവിടെയാണോ ഇരിക്കുന്നത്, അവർ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ബലിതർപ്പണം പൂർത്തിയാക്കുമ്പോഴാണ് അവർക്കും അതിൻ്റെ ഒരു ഉയർച്ച പൂർണ്ണമായിട്ടും കിട്ടുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്കും ആ ഒരു ഗുണം, അവരുടെ അനുഗ്രഹം അല്ലെങ്കിൽ അവർക്ക് ആ സന്തോഷം കിട്ടുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലും അത് നമുക്ക് വന്നു ചേരും. അപ്പോൾ ഭഗവാന്റെ അടുത്ത് നമുക്ക് നമ്മുടെ പൂർവികന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ബലിതർപ്പണത്തിൽ പങ്കാളികളാവുക. പറ്റാത്ത ആൾക്കാരാണെങ്കിലും വിഷമിക്കാനൊന്നുമില്ല. നമുക്ക് അതൊക്കെ ഭഗവാന്റെ കയ്യിലാണ്, ഭഗവാൻ അറിയും. ഇല്ലെങ്കിലും നമ്മുടെ ശരീരവും മനസ്സും ആത്മാവൊക്കെ ശുദ്ധമാക്കി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം അവർക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓം ശ്രീ രാധേ കൃഷ്ണ.